അഭിമന്യരായ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ് നമ്മോട് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി ഖൽഖില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. ബഹുമാന ആദരവ് നിറഞ്ഞ സയ്യിദുമാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, വളരെ പരിമിതമായൊരു സമയത്ത് ഇവിടെ നീണ്ട് പ്രസംഗിക്കണമെന്ന് നിങ്ങൾക്കും തോന്നുന്നില്ല, എനിക്ക് അത്രയും തോന്നുന്നില്ല. ഈ സാന്ത്വന സദനത്തിൻ്റെ ലക്ഷ്യങ്ങളും പദ്ധതികളുമൊക്കെ നമുക്ക് കേട്ടു. അതിൻ്റെ ഒരു പ്രാഥമിക തുടക്കമാണ് ഇപ്പോൾ ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ ഒരു മഹത്തായ സംരംഭം അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഈ തുടക്കത്തിലേറെ പ്രയാസമുള്ള കാര്യമാണ്. തുടക്കങ്ങളൊക്കെ വേഗം സാധിക്കും. അതുകൊണ്ട് ഈ സദനവുമായി ബന്ധപ്പെട്ട് നേരത്തെ സഹകരിച്ചവരും സഹായിച്ചവരും പ്രവർത്തിച്ചവരുമൊക്കെ ഇനി നല്ലപോലെ സഹായിക്കുകയും കൂടുതൽ പങ്കാളിത്തവും ഉത്തരവാദിത്വവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യേണ്ടി വരുമെന്ന കാര്യം നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നത്തെ നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മളൊക്കെ ഒരു നിലയിൽ ബോധവാന്മാരാണ്. സമൂഹം ഇന്ന് ഏറെ ദുരിതങ്ങളും ദുരന്തങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പുരോഗതികളും ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് സമൃദ്ധിയുമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ മൊത്തത്തിലുണ്ട് എന്ന് പറയാം. പക്ഷെ നാം എത്തിപ്പെടുന്ന ഏത് ഭാഗത്തും കൂടുതൽ സങ്കീർണമായിട്ടുള്ള സാഹചര്യം കണ്ടെത്താൻ കഴിയും. ഇപ്പോ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് തന്നെ പറഞ്ഞു, കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് കേരളത്തിലെ ഏറ്റവും നന്നായി ഈ കോവിഡ് ചികിത്സ നടക്കുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന കേസ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോവിഡൊക്കെ കഴിഞ്ഞല്ലോ, ഇലക്ഷനും കഴിഞ്ഞു, അതിൻ്റെ വിജയാഘോഷം കഴിഞ്ഞു, കോവിഡും ഇല്ല എന്ന മനോഭാവത്തിലേക്ക് കുറേ ആളുകളൊക്കെ പോകുന്നുണ്ടോ സംശയമുണ്ട്. പക്ഷേ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിൽ എവിടെ പോയി നോക്കിയാലും ഈ രോഗിയെ അഡ്മിറ്റ് ചെയ്യാനുള്ള സീറ്റില്ല. ഇത് അതിൻ്റെ ഒരു ശക്തി, അതിൻ്റെ വർധനവ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അത് നമ്മളെ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണല്ലോ. അതേപോലെ പകർച്ചവ്യാധികൾ, അതേപോലെ വളരെ സങ്കീർണമായ പ്രയാസങ്ങൾ, മാരകമായ രോഗങ്ങൾ, മനുഷ്യൻ കഷ്ടപ്പാടിൽ നിന്ന് കഷ്ടപ്പാടിലേക്ക് ഇങ്ങനെ ആഴ്ന്നാഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം.
ഇതൊക്കെ നമ്മൾ ഗൗരവമായി കാണുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ദുരിതമനുഭവിക്കുന്ന ആളുകൾ, കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകൾ, ആരും സംരക്ഷിക്കാനില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, അവരെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് സാമൂഹിക മേഖലയിലും ജീവകാരുണ്യ മേഖലയിലും ഒക്കെ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പല വിഭാഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നിനെ നമ്മൾ ചെറുതായി കാണുന്നില്ല. എല്ലാം നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ചെറുതായി കാണേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ പ്രസ്ഥാനം ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നാം ഏറ്റെടുത്തുള്ള പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി നാം നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ വലിയൊരു ഭാഗമായി ഈ സുരക്ഷാ പ്രവർത്തനങ്ങളോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഒക്കെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണെങ്കിലും കേരള മുസ്ലിം ജമാഅത്ത് ആണെങ്കിലും ഈ പ്രസ്ഥാനത്തിന്റെ മറ്റുള്ള എല്ലാ സംഘടനകളും SOS അടക്കമുള്ള എല്ലാ സംഘടനാ ഘടകങ്ങളുമൊക്കെ വളരെയേറെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ കൂടെ നിൽക്കുക, ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗത്തിന് സംരക്ഷണം കൊടുക്കുക, അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുക എന്നത് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഭാഗമായി നമ്മൾ കണ്ടു. ആ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വലിയൊരു മുന്നേറ്റത്തിന്റെ ഭാഗമായി നാം ഇതിനെ കാണുകയാണ്. ദീനീ പ്രവർത്തനങ്ങളും ഇസ്ലാമിക പ്രവർത്തനങ്ങളും ആദർശ പ്രചരണങ്ങളും ദഅ്വാ പ്രവർത്തനവും ഒക്കെ നടത്തുമ്പോൾ അതേപോലെ ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് ഈ ജീവകാരുണ്യ ദുരിതാശ്വാസ മേഖലയിൽ നാം നടത്തുന്ന പ്രവർത്തനമെന്ന് നമുക്കൊക്കെ അറിയുന്നതാണെങ്കിലും നാം അത് കൂടുതൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ മുന്നേറ്റമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ഈ സാന്ത്വന പ്രവർത്തനത്തിന്റെ വലിയൊരു ഭാഗം തന്നെ നമ്മുടെ യുവജന സംഘടനയായ സമസ്ത കേരള സുന്നി യുവജന സംഘം SOS ഘടകത്തിലൂടെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രസ്ഥാനം കൂട്ടമായി ആ പ്രവർത്തനത്തിന്റെ കൂടെ നിൽക്കേണ്ടതുണ്ട്. അത് പ്രസ്ഥാനത്തിന്റെ മൊത്തമായുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി അതിനെ കണ്ട് അതിനെ ഒന്നായി ഉയർത്താനും വളർത്താനും ശക്തിപ്പെടുത്താനും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നടക്കുന്ന ഈ ദുരിതാശ്വാസ സാന്ത്വന പ്രവർത്തനങ്ങളിൽ നമ്മുടെ പ്രവാസി ഘടകമായ ICF ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ, നാം മുന്നോട്ട് വെക്കുന്ന ജീവകാരുണ്യ പ്രവർത്തന മേഖലകൾ ഏതെല്ലാമുണ്ടോ? ഇപ്പോൾ തിരുവനന്തപുരത്തെ സാന്ത്വന കേന്ദ്രത്തെ കുറിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അതിന്റെ പ്രവർത്തനം വന്നപ്പോൾ അത് ICFന്റെ കേന്ദ്ര കമ്മിറ്റി അതിൽ വലിയൊരു പങ്ക് വഹിക്കുകയും അല്ലെങ്കിൽ ആ പ്രൊജക്ട് തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു എന്ന കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണ് സാക്ഷാത്കൃതമായിട്ടുള്ളത്. അതേപോലെ ഇവിടെ ഈ സാന്ത്വന സദനത്തിന്റെ പദ്ധതികളും പരിപാടികളും ഒക്കെ വന്നപ്പോൾ ICF ജിദ്ദ കമ്മിറ്റിയുടെ വളരെ വലിയ പങ്കാളിത്തം അതിലുണ്ടായിട്ടുണ്ട്. ഇതിന്റെ വലിയ ഭാഗം തന്നെ അവരുടെ ഉത്തരവാദിത്തത്തിൽ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടുകാരായ നമ്മളൊക്കെ ഇതിനെ പ്രവർത്തിക്കുകയും പിന്തുണക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വലിയ ആശ്വാസം പകർന്നുകൊണ്ട് പിന്തുണ നൽകിക്കൊണ്ട് നമ്മുടെ പ്രവാസി ലോകത്തുള്ള നമ്മുടെ പ്രവർത്തകന്മാർ, ICFന്റെ പ്രവർത്തകന്മാർ, പ്രത്യേകിച്ച് ICFന്റെ സൗദി നാഷണൽ കമ്മിറ്റിയുടെ നേതാക്കളൊക്കെ നമ്മുടെ ഈ സ്റ്റേജിലുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബ് കോയ തങ്ങൾ അടക്കമുള്ള ആളുകളുണ്ട്. GC പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങൾ ഈ വേദിയിലുണ്ട്. അതേപോലെ പ്രവാസ ലോകത്തുള്ള പല ആളുകളും നമ്മുടെ വേദികളിലെല്ലാം ഉണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനത്തെ വളരെയേറെ അഭിനന്ദിക്കുകയും അതിൻ്റെ എല്ലാം
പ്രതിഫലം അവർക്ക് അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇത്രയും പ്രയാസം അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ പ്രവാസ ലോകത്തും ഇതിലേറെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇപ്പം നിലനിൽക്കുകയാണ്. അതിന്റെ എല്ലാം ഇടയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ പ്രസ്ഥാനം മൊത്തത്തിൽ മുന്നോട്ട് വെക്കുന്ന എന്തെല്ലാം പദ്ധതികളുണ്ടോ പദ്ധതികളുടെ കൂടെയൊക്കെ നന്നായി കൂടെ സഹകരിച്ചുകൊണ്ട് നമുക്ക് വലിയ പിന്തുണ നൽകുന്നുണ്ട് നമ്മുടെ പ്രവാസി ഘടകങ്ങൾ എന്ന കാര്യം പ്രത്യേകമായി നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നാട്ടിലായാലും പ്രവാസ ലോകത്തായാലും SYS ആയാലും മുസ്ലിം ജമാഅത്ത് ആയാലും സമസ്തയായാലും SSF ആയാലും ഒക്കെ ഈ മഹത്തായ സംരംഭത്തിന്റെ കൂടെ നിന്ന് മുന്നോട്ട് പോകുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ സേവനങ്ങളെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.